സർ, ബംഗ്ലാദേശിലെ ടെക്സ്റ്റൈൽ മേഖല വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടെയുള്ള നിരവധി തൊഴിലാളികൾ വരും ദിവസങ്ങളിൽ അവരെ പിരിച്ചുവിടും എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു. ഏത് രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് ഈ ബംഗ്ലാദേശിലെ ഗാർമെന്റ് മേഖല കടന്നു പോകുന്നത്? ഇപ്പോൾ നമുക്കറിയാം, ഈ യൂറോപ്പൊക്കെ വലിയ രീതിയിലുള്ള ഡ്യൂട്ടി ഫ്രീ ആയിട്ട് ഈ പ്രൊഡക്ട്സ് അവിടെ എത്തിക്കാനുള്ള ഒരു സാഹചര്യം നേരത്തെ ഒരുക്കി കൊടുത്തിട്ടുണ്ടായി. അതൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇനി ഇന്ത്യ മാത്രമാണ് ബംഗ്ലാദേശിനുള്ള ആശ്രയം, പ്രത്യേകിച്ചും ഈ ടെക്സ്റ്റൈൽ മേഖലയെ കൂടുതൽ നിലനിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് സത്യമാണോ? എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശം? ഗൗതം ഇപ്പൊ പറഞ്ഞത് ശരിയാണ്. അതായത് ബംഗ്ലാദേശ് എന്ന രാജ്യം ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് വലിയ സാമ്പത്തിക വളർച്ച രേഖപ്പെടുത്തി. അതിനു മുമ്പ് അവിടെ വലിയ ദാരിദ്ര്യമായിരുന്നു. ഈ കഴിഞ്ഞ ഒരു 15 കൊല്ലം കൊണ്ടാണ് ബംഗ്ലാദേശിന് വലിയ GDP ഒക്കെ 6% വളർച്ചാ നിരക്കൊക്കെ ഉണ്ടായി. പക്ഷെ ഈ വളർച്ചയെല്ലാം തന്നെ ഒരേ ഒരു മേഖലയെ ആശ്രയിച്ചായിരുന്നു. അത് ഗാർമെന്റ് ഇൻഡസ്ട്രി. അത് എന്തുകൊണ്ടാണെന്ന് രണ്ട് കാരണമുണ്ട്. ബംഗ്ലാദേശിലെ തൊഴിലാളികളുടെ അധ്വാനം ഒരു വലിയ കാരണമാണത്. വലിയ മാനവശേഷിയുള്ള ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. കാരണം ചെറിയ കൂലിക്കും ജോലി ചെയ്യാൻ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. അത്ര വലിയ ഒരു വർക്ക് ഫോഴ്സ് ഉണ്ട് അവിടെ. ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതൽ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പട്ടണമാണ് ധാക്ക, ക്യാപിറ്റൽ സിറ്റി ബംഗ്ലാദേശിന്റെ. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി അവരെ സഹായിച്ചത് ഈ യൂറോപ്യൻ യൂണിയന് അവർക്കൊരു വലിയ ഇളവ് കൊടുത്തിരുന്നു. ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രി എന്നുള്ള ഒരു പരിഗണനയിൽ അവർക്ക് ഒരു നിശ്ചിത കൊല്ലങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വളരെ തുച്ഛമായ, എനിക്ക് തോന്നുന്നു 5% അല്ലെങ്കിൽ അതിൽ കുറവോ ഉള്ള 3% ഒക്കെ ഉള്ള ടാക്സ് ആയിരുന്നു, ഇമ്പോർട്ട് ഡ്യൂട്ടി ആയിരുന്നു പല ഗാർമെന്റ്സിനും. ബംഗ്ലാദേശ്, മെയ്ഡ് ഇൻ ബംഗ്ലാദേശ് ആയിട്ടുള്ള പല ഗാർമെന്റ്സിനും. ചിലത് ഫ്രീ ആയിട്ട് തന്നെ, ഡ്യൂട്ടി ഫ്രീ ആയിട്ട് തന്നെ ചില തുണിത്തരങ്ങൾ യൂറോപ്യൻ യൂണിയനിൽ അവർ ഇറക്കുമതി ചെയ്തിരുന്നു. ഇത് പരമാവധി മുതലെടുത്താണ് ബംഗ്ലാദേശ് വലിയ പുരോഗതി നേടിയത്. പക്ഷേ ഈ ഫെബ്രുവരി 1-ന്, ഇന്നിപ്പോ ഫെബ്രുവരി 1 അതെ, അതായത് ഇന്നോടുകൂടി തീരുകയാണ് ഈ ഇളവുകളെല്ലാം. നാളെ രാവിലെ തൊട്ട് ബംഗ്ലാദേശിന്റെ ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ യൂണിയനിൽ ചെല്ലുമ്പോൾ 15%-ലധികം നികുതി അവർക്ക് കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ അതായത് ഇതുവരെ അവർക്കുണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് ഇല്ലാതായി. അത് കയറ്റുമതി രംഗത്ത് മാത്രമല്ല, ഇപ്പൊ ബംഗ്ലാദേശിലെ ഗാർമെന്റ് സെക്ടർ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ മേഖല വലിയ പ്രതിസന്ധിയെ നേരിടുന്നതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട്. അതായത് ബംഗ്ലാദേശിൽ വലിയ വൈദ്യുതി ക്ഷാമമാണ്. ഈ പവർ ലൂമുകൾ, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചാണ് എല്ലാ ഗാർമെന്റ് ഫാക്ടറികളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും അവിടെ ഇലക്ട്രിസിറ്റി ഇല്ലാതായി കഴിഞ്ഞാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള ഒരുപാട് പ്രതിസന്ധികൾ, ഇപ്പം രാഷ്ട്രീയ അസ്ഥിരത തൊട്ട് മറ്റു കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴേക്കും ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു പ്രതിസന്ധിയാണ്. ബംഗ്ലാദേശിന് ഇപ്പം മറ്റൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് അവിടുത്തെ ഈ പാചകവാതകത്തിന്റെ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ്, പാചകവാതകം മാത്രമല്ല പ്രകൃതി വാതകത്തിന്റെ അഭാവമാണ്. അപ്പോൾ ഈ ഇറക്കുമതി ചെയ്യണമെങ്കിൽ അവർക്ക് പണം വേണം. പണത്തിന് വലിയ ഷോർട്ടേജാണ്. ഈ അദാനി ഗ്രൂപ്പ് അവർക്ക് കടമായിട്ട് വൈദ്യുതി കൊടുത്താണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം അവരാദ്യം അദാനിക്ക് കൊടുക്കാനുള്ളതൊന്നും കൊടുക്കില്ല, ഇനി അദാനിയുടെ വൈദ്യുതി ഒന്നും വേണ്ട എന്ന് അവർ പറഞ്ഞെങ്കിലും പിന്നീട് അവർക്ക് കാര്യം മനസ്സിലായി. അദാനി ആയിട്ട് വ്യക്തിപരമായിട്ട് അവിടെ വിളിച്ചു വരുത്തി വലിയ ചർച്ചകളൊക്കെ നടത്തി അയാളെ വലുതായിട്ട് പ്രീണിപ്പിച്ചിട്ടൊക്കെ അദാനി ഗ്രൂപ്പിന് കൊടുക്കാനുള്ള തുകയിൽ കുറേയൊക്കെ കൊടുത്തിട്ട് ബാക്കി വീണ്ടും കടം പറഞ്ഞ് വീണ്ടും അദാനി വൈദ്യുതി വിളിച്ചു. അപ്പോൾ ആ വൈദ്യുതിയിലാണ് ബംഗ്ലാദേശ് നിലനിൽക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഈ ഗാർമെന്റ് ഫാക്ടറികളിലൊക്കെ തന്നെ പ്രതിസന്ധിയുണ്ട്. പിന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, പല ഉൽപ്പന്നങ്ങളും അവർക്ക് കയറ്റുമതി ചെയ്യാൻ അവരുടെ പോർട്ടിൽ നിന്നോ എയർപോർട്ടിൽ നിന്നോ ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് കയറ്റുമതി ചെയ്യാൻ പറ്റില്ല. ധാക്ക എയർപോർട്ടിലും അതുപോലെ തന്നെ ചിറ്റഗോങ് എന്ന് പറയുന്ന ഈ 2 എയർപോർട്ടുകളാണ് ഉണ്ടായത്. ധാക്കയിലെ എയർപോർട്ടിൽ സൂക്ഷിച്ചിരുന്ന $1 ബില്യൺ മൂല്യമുള്ള തുണിത്തരങ്ങൾ സൂക്ഷിക്കുന്ന അവരുടെ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. അത് മുഴുവൻ തീ പിടിച്ച് നശിച്ചുപോയി ഈ അടുത്ത കാലം. അട്ടിമറിയായിരുന്നു എന്നാണ് പറയുന്നത്. ആരാണ് അതിന്റെ പിന്നിലെന്നൊന്നും വ്യക്തമല്ല. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർ പണ്ട് ഷെയ്ഖ് ഹസീന ഉണ്ടായിരുന്നപ്പോൾ ഇന്ത്യ അവർക്ക് വലിയ സൗജന്യങ്ങളാണ് ചെയ്തിരുന്നത്. അതായത് കൽക്കട്ട എയർപോർട്ടിൽ നിന്നും അവർക്ക് ഒരു നിശ്ചിത ടൺ ബംഗ്ലാദേശി ഉൽപ്പന്നങ്ങൾ
കുറഞ്ഞ ചാർജ് വാങ്ങിച്ചുകൊണ്ട് ഇന്ത്യ കയറ്റുമതി ചെയ്യാൻ അനുവദിച്ചിരുന്നു. അത് ബംഗ്ലാദേശിന് വലിയൊരു നേട്ടമായിരുന്നു. അതിന് പകരം ഇന്ത്യക്ക് കിട്ടിയത് അവിടെ ഈ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഒളിച്ചിരിക്കുന്ന ഈ ഉൾഫ ഉൾപ്പെടെയുള്ള എല്ലാ തീവ്രവാദികളെയും ഇന്ത്യക്ക് അവർ വിട്ടുതന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട്, അതായത് ഈ ബംഗ്ലാദേശ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ എയർപോർട്ട് വഴി അയക്കുന്നതിന് പ്രത്യേക സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് ഇന്ത്യയിലെ കയറ്റുമതിക്കാർ എതിർത്തിരുന്നു. ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ എക്സ്പോർട്ടേഴ്സ് പറഞ്ഞിരുന്നു, ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ എന്തിനാ ബംഗ്ലാദേശിനെ സഹായിക്കുന്നത്, അവർക്ക് വേണമെങ്കിൽ അവരവിടെ എയർപോർട്ട് വലുതാക്കട്ടെ. പക്ഷേ അങ്ങനെയൊക്കെ വലിയ വിമർശനങ്ങളെ നേരിട്ടുകൊണ്ടാണ് ഇന്ത്യ സർക്കാർ, എനിക്ക് തോന്നുന്നു മമതാ ബാനർജി വരെ ആ വിഷയത്തിൽ മോഡിയെ എതിർത്തിരുന്നു. കാരണം കൽക്കട്ടയിലുമൊക്കെയുള്ള പല കമ്പനികൾക്കും ഈ ബംഗ്ലാദേശ് ഉൽപ്പന്നങ്ങൾ കൽക്കട്ട എയർപോർട്ട് വഴി പോകാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു. എന്നിട്ട് പോലും ബംഗ്ലാദേശിനെ ആ വിമർശനങ്ങളൊക്കെ സഹിച്ച് ഇന്ത്യ രക്ഷിച്ചത് അത് ഒരു പിന്നെ ഒരു എന്താണ് ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രി, അതായത് ഒരു വികസ്വര രാജ്യം എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു അയൽ രാജ്യം പട്ടിണി കിടന്നാൽ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കും ഉണ്ടാവും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തത്. പക്ഷേ ഈ പുതിയ മുഹമ്മദ് യൂനസിന്റെ സർക്കാർ കടുത്ത ഇന്ത്യ വിരുദ്ധ നടപടികളും ആ രാജ്യത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്കെതിരെ സ്വീകരിക്കുന്ന നിലപാടുകളും ഒക്കെ കണക്കിലെടുത്ത് ഇപ്പോൾ ഇവർക്ക് ഈ സൗജന്യങ്ങൾ ഒന്നും തന്നെ ഇന്ത്യ കൊടുക്കുന്നില്ല. വരും ദിവസങ്ങളിൽ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. ഇനി മറ്റൊരു വശം കൂടെ ഞാൻ പറയാം. യൂറോപ്യൻ യൂണിയനിലേക്ക് ബംഗ്ലാദേശിനുണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ്, അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ല, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ട്. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ തുണിത്തരങ്ങൾക്ക് വില കൂടുതലായിരിക്കും. അത് കാരണം ക്വാളിറ്റി അല്പം കുറഞ്ഞാലും ബംഗ്ലാദേശ് ഉൽപ്പന്നം വാങ്ങിക്കാൻ യൂറോപ്യൻസ് തയ്യാറായിരുന്നു. പക്ഷെ ഇനി അങ്ങനല്ല വരുന്നത്. ബംഗ്ലാദേശിന് മുമ്പ് കൊടുത്തതിനേക്കാൾ കുറഞ്ഞ, അതായത് 3% പോലും ഇല്ല, 0% ഡ്യൂട്ടിയിലായിരിക്കും പല ഇന്ത്യൻ തുണിത്തരങ്ങളും, ഇന്ത്യൻ ഗാർമെന്റ്സ്. ഇനി ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നിലവിൽ വന്നതുകൊണ്ട് അവിടെ യൂറോപ്പിലെ രാജ്യങ്ങളിൽ വിൽക്കാൻ പോകുന്നു. സ്വാഭാവികമായിട്ടും അത് തന്നെ മതി ബംഗ്ലാദേശിന് ഇനി പ്രതിസന്ധി ഉണ്ടാക്കാൻ. കാരണം ഇനി ബംഗ്ലാദേശിന് 1 പൈസ ഡ്യൂട്ടി അടയ്ക്കണ്ടായെങ്കിൽ പോലും ക്വാളിറ്റി ബംഗ്ലാദേശ് ഉൽപ്പന്നങ്ങളെക്കാൾ അധികം ഗുണമേന്മയുണ്ട് ഇന്ത്യയുടെ തുണിത്തരങ്ങൾക്ക്. ആ തുണിത്തരങ്ങളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തന്നെ ബുദ്ധിമുട്ടാണ് അവർക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നികുതിയും കൂടെ വന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശിന്റെ കാര്യം വളരെ കഷ്ടത്തിലാണ്. അവരുടെ മുന്നിൽ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അവര് ഇന്ത്യയോടുള്ള ഈ ആവശ്യമില്ലാത്ത ശത്രുതയൊക്കെ മാറ്റിയിട്ട് ഇന്ത്യയുമായിട്ട് സൗഹാർദ്ദത്തിൽ മുന്നോട്ട് പോവുക. ബംഗ്ലാദേശിലെ ആര് ഭരണത്തിൽ വന്നാലും ബംഗ്ലാദേശിലെ ജനങ്ങളുടെ താല്പര്യം ഇന്ത്യയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അത് മുസ്ലിം മതം എന്നുള്ളതല്ല. ഇന്ത്യ ഹിന്ദു ഭൂരിപക്ഷ രാജ്യം തന്നെ, വേണമെങ്കിൽ ഇവിടമായിട്ട് സൗഹൃദമായാലും മതി. പാകിസ്ഥാന്റെ കൂടെ സൗഹൃദമായതുകൊണ്ട് ഒരു മെച്ചവുമില്ല. 2 ഭിക്ഷക്കാർ തമ്മിൽ സൗഹൃദം ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ ദരിദ്രനും ഭിക്ഷാടകനുമാണെങ്കിൽ നമുക്ക് സഹായം ചെയ്യേണ്ടത് പണം കൈവശമുള്ള ഒരാളാണ്, അത് ഇന്ത്യ ആയിരിക്കണം. അപ്പൊ ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദത്തിലൂടെ മാത്രമേ ബംഗ്ലാദേശികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഇക്കാര്യത്തിൽ മതവും ഒക്കെ പറഞ്ഞിട്ടിരുന്നാൽ വയറ്റില് ആഹാരം പോവില്ല. മാത്രമല്ല ബംഗ്ലാദേശിന്റെ കലാപ സമാനമായ അന്തരീക്ഷമാണ്. എനിക്കറിയാവുന്ന ആൾക്കാർ ഈ കഴിഞ്ഞ ദിവസം എന്നോടൊരു കാര്യം പറഞ്ഞു. ചിറ്റഗോങ്ങിലെ വലിയ ദാരിദ്ര്യമാണ്. ഗൾഫിൽ ജോലി ചെയ്യുന്ന ബംഗ്ലാദേശികളൊക്കെ തന്നെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച് നാട്ടിലേക്ക് അയക്കാൻ നോക്കും. അവർ പറയുന്നത് അവിടെ ജോലിയെല്ലാം നിന്നു, പല ഫാക്ടറികളിലും ജോലിയില്ല. ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള പല ആൾക്കാരും, ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ എന്നോടൊപ്പം ജോലി ചെയ്തിട്ടുണ്ട്, അവരൊക്കെ പറയുമായിരുന്നു ധാക്കയിലോട്ട് വന്നു കഴിഞ്ഞാൽ വെളുപ്പിന് ഈ റോഡിലൂടെ നദി ഒഴുകുന്ന പോലെയാണ് ജനം ഒഴുകുന്നത് ഫാക്ടറികളിലോട്ട്, ഈ ഗാർമെന്റ് ഫാക്ടറികളിലോട്ട്. അതെല്ലാം നിന്നു പലയിടത്തും. കാരണം ഫാക്ടറികൾ പലതും അടച്ചു പൂട്ടിക്കഴിഞ്ഞു. വൈദ്യുതി ക്ഷാമം കാരണം ഉള്ളതിന് പോലും മുഴുവൻ സമയം പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ, അതായത് നാളെ തൊട്ട് ബംഗ്ലാദേശി ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ കനത്ത നികുതിയാണ്. നികുതി ഇളവ് ഇനിയില്ല. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ദുരഭിമാനം മാറ്റിവെച്ച്, മതവൈരം മാറ്റിവെച്ച്, തീവ്രവാദം വേണ്ടെന്ന് വെച്ച് ഇന്ത്യയുമായിട്ട് സൗഹൃദത്തിലായി അവിടുത്തെ ജനങ്ങളുടെ ദൈനംദിന ആവശ്യത്തിനുള്ള ഭക്ഷണ സാധനങ്ങളും അതുപോലെ പ്രകൃതിവാദം ഉൾപ്പെടെയുള്ള എല്ലാം ലഭിക്കാനുള്ള ജനക്ഷേമത്തിനായിട്ടുള്ള ഒരു നടപടിയിലേക്ക് അവർ നീങ്ങിയാൽ അവർക്ക് നല്ലത്. അതല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ബംഗ്ലാദേശ് ഇപ്പോൾ കാണുന്ന സ്ഥിതിയിൽ നിന്നും വളരെ ബുദ്ധിമുട്ടാവും. പട്ടിണി മരണങ്ങൾ
വ്യാപകമാവും. പണ്ട് ബംഗ്ലാദേശിൽ ബംഗാൾ ഫാമിൻ എന്ന് പറയുന്നത് ബംഗ്ലാദേശിലായിരുന്നു ഏറ്റവും കൂടുതൽ, നവഖാലിയിലൊക്കെ ആയിരുന്നു. ആ ബംഗാൾ ഫാമിൻ സമാനമായ അന്തരീക്ഷത്തിലേക്കാണ് ബംഗ്ലാദേശ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മതം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു രക്ഷയില്ല. ആ പിന്നെ നിലപാടുകൾ ഒന്നും മാറത്തില്ല. ഈ കഴിക്കാതെ കിടക്കുന്ന ആൾക്കാർ, അവശരായ ആൾക്കാർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കും. എന്തായാലും വരും ദിവസങ്ങളിൽ ബംഗ്ലാദേശിന് നല്ല ബുദ്ധി തോന്നട്ടെ എന്ന് മാത്രം നമുക്ക് ആശംസിക്കാം. അതിൽ കൂടുതലൊന്നും എനിക്ക് ഈ വിഷയത്തിൽ പറയാനില്ല.